ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക കൊണ്ടുള്ള അച്ചാറാണ്. നെല്ലിക്ക കൊണ്ട് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് 1 കിലോ നെല്ലിക്കയാണ്. കുരു കളഞ്ഞ് അടർത്തി എടുത്തു വച്ചിരിക്കുന്നതാണ്. കുരു കളയാൻ വേണ്ടി ആദ്യം വെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പിച്ച് അതിലേക്ക് നെല്ലിക്കയിട്ട് തിളപ്പിച്ച് ഓഫ് ചെയ്യുക. തണുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് സുഖമായി നെല്ലിക്കയുടെ അല്ലികൾ ഓരോന്നായി അടർത്തി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 1 ടീസ്പൂൺ കടുക്, 50 ഗ്രാം നല്ലെണ്ണ, 50 ഗ്രാം മുളക് പൊടി, 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി രണ്ടും ചേർത്ത് അരച്ച് പേസ്റ്റ് പരുവമായി വെച്ചിരിക്കുന്നതാണ്. ഇത് 1 ടേബിൾ സ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് പൊടിച്ചു വച്ചിരിക്കുന്നതാണ്. കടുകും ഉലുവയും പൊടിക്കുമ്പോൾ ആദ്യം നമ്മൾ ചീനച്ചട്ടി ചൂടാക്കി ഓഫ് ചെയ്തതിന് ശേഷം അതിലിട്ട് വേണം പൊടിച്ചെടുക്കാൻ. പിന്നീട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് നെല്ലിക്ക വേവിച്ചെടുത്ത വെള്ളം, ബാക്കിയുള്ളത് നമ്മൾ ഊറ്റിക്കളയുന്ന വെള്ളം ഇവിടെ എടുത്തു വച്ചിരിക്കുന്നതാണ്. അച്ചാറിൽ വെള്ളത്തിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഇവിടെ മാറ്റി വച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യമായി വരുന്നത് 50 ഗ്രാം ശർക്കരയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കണം. അത് നല്ലോണം ചൂടായി എടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ചീനച്ചട്ടിയാണ്. നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള 50 ഗ്രാം എണ്ണയുടെ 1/4 ഭാഗം മാത്രം ഒഴിക്കുക. ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കടുക് ഇടാവുന്നതാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാവുന്നതാണ്. നല്ലോണം മൊരിയേണ്ടത് ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഏകദേശം മൂത്ത് കഴിഞ്ഞു. നമുക്കിതിനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പൊടികളെല്ലാം നമ്മളിതിൽ ചേർക്കുന്നത്. കാരണം പൊടിയൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ ഇപ്പോഴും സ്റ്റൗ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് പൊടികൾ ചേർക്കാം. ഇതിപ്പോൾ ഏകദേശം മൂത്ത് കഴിഞ്ഞു. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നു കഴിഞ്ഞു. കണ്ടില്ലേ? നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിൽ 50 ഗ്രാം മുളക് പൊടി എടുത്തു വെച്ചിരിക്കുന്നത് ചേർക്കാവുന്നതാണ്. എരിവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഉലുവ, കടുക്, കായം എന്നിവ ചേർത്ത് പൊടിച്ചു വച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർക്കാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കേണ്ടത് ശർക്കരയാണ്. 50 ഗ്രാം ശർക്കര നമ്മൾ ഇതിൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. ഇതിൽ നമ്മൾക്ക് 50 ഗ്രാം ശർക്കര ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്യാവുന്നതാണ്. സ്റ്റൗ ഓൺ ചെയ്തു. ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ പോരായ്മ തോന്നുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് നെല്ലിക്ക വേവിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം കുറച്ച് നമ്മൾ മാറ്റി വെക്കണം ഇതിൽ ചേർക്കാനായിട്ട്. ഇതിലെപ്പോഴും തിളപ്പിച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അവസാനവും ചേർക്കാവുന്നതാണ്. ഇത് നമ്മൾ നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 3/4 കപ്പോളം അധികം വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട്. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക കുറച്ച് ഇച്ചിയായി ആഡ് ചെയ്യാം. ബാക്കിയുള്ള നെല്ലിക്കയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഞാനിവിടെ നെല്ലിക്ക നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ നെല്ലിക്ക ചൂടാറുമ്പോൾ ഒരു പാത്രത്തിലേക്ക് പകർത്തി നമ്മൾ 1 കപ്പ് നല്ലെണ്ണ എടുത്തതിൽ നിന്ന് 3/4 കപ്പ് നല്ലെണ്ണ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി 1/4 കപ്പ് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നെല്ലിക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ എണ്ണ ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. നെല്ലിക്ക ഒരുപാട് നാൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അച്ചാറിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡിയായിരിക്കുന്നു.